നമസ്കാരം. കഴിഞ്ഞ ദിവസം യുക്രൈൻ്റെ ഡ്രോണുകൾ റഷ്യയുടെ വ്യോമസേനാ താവളങ്ങൾ തകർത്ത് തള്ളുമ്പോൾ മാനം പോയത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ്. പുടിൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിലുള്ള ഒരു ആക്രമണം യുക്രൈനെ പോലെയുള്ള പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ തങ്ങളെക്കാൾ താരതമ്യേന എത്രയോ ചെറുതായ ഒരു രാജ്യം അത്രയും കടുങ്കൈ ചെയ്യുമെന്ന് പുടിൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് പുടിൻ്റെ ഹെലികോപ്റ്റർ യുക്രൈൻ്റെ ഡ്രോണുകളുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ഏതായാലും ഇപ്പോൾ തനിക്കേറ്റ മാനക്കേടിന് തിരിച്ചടിയായി യുക്രൈന് അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്താനാണ് പുടിൻ ലക്ഷ്യമിടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി ടാങ്കുകളും കവചിത വാഹനങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി യുദ്ധോപകരണങ്ങൾ റഷ്യ വാങ്ങിക്കൂട്ടുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ബ്രിട്ടനിലെ റഷ്യൻ അംബാസഡറായ ആൻഡ്രി കെലിനാണ് ഈ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെയും 2-3 തവണ അദ്ദേഹം ബ്രിട്ടനെതിരെ യുക്രൈനെ സഹായിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. ഇക്കുറി അദ്ദേഹം ബ്രിട്ടന് നേരെ അതിശക്തമായ തോതിലുള്ള വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിനായി കെംലിൻ പറയുന്ന ഒരു ന്യായവാദം, റഷ്യയുടെ സാങ്കേതിക സംവിധാനങ്ങളെ ഈ രീതിയിൽ തകർക്കാൻ അമേരിക്കയ്ക്കും ബ്രിട്ടനും മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ തങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ബ്രിട്ടനിലെ ആരും തന്നെ, പ്രധാനമന്ത്രി കീർ സ്റ്റാമറോ മറ്റു മന്ത്രിമാരും തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കെംലിൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങളൊരു ആഗോള ശക്തിയാണ് എന്ന അവരുടെ വീരവാദത്തിനെ അടിച്ചു നിരപ്പാക്കുന്ന രീതിയിലായിപ്പോയി ഈ ആക്രമണം എന്നുള്ളതാണ് സത്യം. അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ബ്രിട്ടനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി അവർ രംഗത്തെത്തിയിരിക്കുന്നത്. കൂടാതെ ഈ മാസം 24-25 തീയതികളിൽ നാറ്റോ സഖ്യ കക്ഷികളുടെ ഉച്ചകോടി നടക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അവിടെ വെച്ച് റഷ്യക്കെതിരായ പ്രതിരോധ രീതികൾ കൂടുതൽ ശക്തമാക്കണമെന്ന ആവശ്യം ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. നാറ്റോ സഖ്യരാജ്യങ്ങൾ പലതും പ്രതീക്ഷിക്കുന്നത് ഏതാനും വർഷങ്ങൾക്കകം തന്നെ നാറ്റോ സഖ്യകൾക്ക് നേരെ പുടിൻ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുമെന്നാണ്. ഇപ്പോൾ തന്നെ പുടിൻ ബാൾട്ടിക് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി യുക്രൈനുമായുള്ള യുദ്ധം അവസാനിച്ചാലും ലിത്വാനിയയ്ക്ക് നേരെ പുടിൻ ആക്രമണം നടത്തും എന്നാണ് അവർ കരുതുന്നത്. ഇതുകൊണ്ടാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ബ്രിട്ടൻ്റെ പ്രതിരോധ വിഹിതം 5% വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടത്. എന്നാൽ ഇതിനോടും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറോ മറ്റ് പ്രധാനപ്പെട്ടവരാരും തന്നെ പ്രതികരിച്ചിട്ടുമില്ല. കൂടാതെ റഷ്യ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നേരത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോ ബൈഡൻ യുക്രൈന് വൻതോതിലുള്ള ആയുധ സഹായം നൽകിയതായി ഡൊണാൾഡ് ട്രംപ് പലതവണ പ്രഖ്യാപിക്കുകയും ഇതിന് പ്രതിഫലമായി അവരുടെ ധാതുക്കൾ ഉള്ള ഭൂമി ആവശ്യപ്പെടുകയും ചെയ്തതൊക്കെ തന്നെ ഇതിൻ്റെ വ്യക്തമായ തെളിവാണ് എന്നാണ് ഇപ്പോൾ റഷ്യ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, മറ്റൊരു സാധ്യത കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 2027 ചൈന തൈവാൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയേക്കും എന്നൊരു സൂചന ലഭിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരേ സമയം റഷ്യയും ചൈനയും എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഇപ്പോൾ ബ്രിട്ടൻ നേരിടുന്ന പ്രധാന പ്രതിസന്ധി എന്നാണ് കരുതപ്പെടുന്നത്. കാരണം ചൈനയും പ്രതിരോധ ശക്തിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. മാത്രമല്ല, അവർ കുതന്ത്രങ്ങളിലൂടെ എല്ലായ്പ്പോഴും ശത്രുക്കളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഒരേ സമയം റഷ്യയിലെ പുടിനെ പോലെയുള്ള യാതൊരു മയവുമില്ലാത്ത ഒരു ഭരണാധികാരിയോട് ഭരിക്കുമ്പോൾ ഒപ്പം ചൈനയെ പോലെയുള്ള കുതന്ത്രങ്ങളുമായി നിൽക്കുന്ന രാജ്യം മറുവശത്ത് നിന്ന് ആക്രമിക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ഒരു ലോകമഹായുദ്ധത്തിലേക്ക്, 3ാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ നയിക്കുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഭയപ്പെടുന്നത്. പക്ഷേ ബ്രിട്ടൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ബ്രിട്ടനിലെ റഷ്യൻ അംബാസഡർ ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോഴും ഇതിന് മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഉൾപ്പെടെയുള്ള അവിടുത്തെ ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായം.